വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ നല്ലൊരു ഫിഷ് കറിയാണ് ഉണ്ടാക്കുന്നത്. ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, നല്ലൊരു ഫിഷ് കറി ഉള്ളത് നല്ലതാണേ. അപ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനം ഞാനൊരു 1/2 കിലോ ഫിഷ് എടുത്ത് വെച്ചിട്ടുണ്ട്. 3 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണേ. പിന്നെ ഒരു 4-5 ചുവന്നുള്ളി അരിഞ്ഞത്, ഒരു നല്ല പീസ് ഇഞ്ചി അരിഞ്ഞത്, പിന്നെ ഒരു മാങ്ങ, ഒരു തക്കാളി. പിന്നെ നമുക്ക് വേണ്ടത് പൊടികളാണ്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആലപ്പി സ്റ്റൈൽ ഫിഷ് കറി ആയിരുന്നു ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. ഒരു നല്ലൊരു വലിയ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ചുവന്നുള്ളിയും കൂടെ. ഈ ചുവന്നുള്ളിയും തേങ്ങയും കൂടെ നന്നായിട്ട് അരച്ചെടുക്കണേ. ഇനി നമുക്ക് എങ്ങനെ കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാവേ. നമ്മളൊരു ചട്ടി ഇവിടെ വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ്. മീൻകറിക്കൊക്കെ വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. എന്നിട്ട് നമുക്ക് ഈ ഇഞ്ചി, ചുവന്നുള്ളി, പച്ചമുളക് ഇത് 3ഉം കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവേ. ഇതിനകത്ത് കിടന്നൊന്ന് മൂത്ത് വരണേ. ഈ ഫിഷ് കറിക്ക് ഞാൻ വെളുത്തുള്ളി ചേർക്കത്തില്ലേ. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആകണേ. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് കറി ഉണ്ടാക്കുന്നത്. ഇതിപ്പം ആലപ്പി സ്റ്റൈൽ ഫിഷ് കറിയാണ് ഞാൻ വെക്കുന്നത്. ഇപ്പൊ തൃശ്ശൂരത്തെ ഫിഷ് കറി ഞാൻ ഇട്ടിട്ടുണ്ട്, കോഴിക്കോട് സ്റ്റൈൽ ഫിഷ് കറി ഇട്ടിട്ടുണ്ട്, കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി ഇട്ടിട്ടുണ്ട്. അങ്ങനെ പല ടൈപ്പ് ഫിഷ് കറി ഞാൻ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് അതൊക്കെ ഒന്ന് മാറി മാറി ട്രൈ ചെയ്യണം. അപ്പം നമ്മുടെ ടേസ്റ്റിന് നല്ല വ്യത്യാസമായി. ചേരുവ മാറുമ്പോൾ കറികളുടെ ടേസ്റ്റിന് നല്ല വ്യത്യാസമാണ്. കോഴിക്കോട് സ്റ്റൈലിൽ ഒരു ഫിഷ് കറി ഞാൻ ഇട്ടേക്കുന്നത് ഒട്ടും എണ്ണ ചേർക്കാത്ത ഒരു ഫിഷ് കറിയാണ് കേട്ടോ. അതിനകത്ത് ഇതുപോലെ വഴറ്റുകയോ അല്ലെങ്കിൽ കടുക് താളിച്ചിടുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആ കറിക്ക് കേട്ടോ. ഞാൻ ഈ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഞാൻ സ്വല്പം വെള്ളം ഒഴിച്ച് ഞാനൊന്ന് ഇതുപോലെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ എണ്ണയ്ക്കകത്തിട്ട് ഇത് വഴറ്റിയെടുക്കണം. പൊടി അങ്ങോട്ട് അതേപോലെ ഡയറക്റ്റ് അങ്ങ് ഇടുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിനായിട്ടാണ് ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് ഞാനൊന്ന് കുതിർത്ത് വെക്കുന്നത്. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇതൊന്നും ഫ്രൈ ആയിട്ടുണ്ട്. അങ്ങ് ബ്രൗൺ കളറൊന്നും ആകണ്ട കേട്ടോ. ഇതുപോലെ ആക്കി എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഈ പൊടികൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ആദ്യം സിമ്മിലോട്ട് വെച്ചിട്ട് വേണം നമ്മൾ ഈ പൊടികൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ പൊടികളുടെ ആ ഒരു റോട്ടേസ്റ്റ് ഒന്ന് മാറി കിട്ടണേ. മല്ലിപ്പൊടി നമ്മൾ സ്വല്പം ചേർത്തിട്ടുണ്ടല്ലോ, 1/2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളേ. അപ്പൊ അതിന്റെ ആ ഒരു റോട്ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി കിട്ടണേ. ഇനി നമുക്കിതിലേക്ക് ഈ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. അത് ടൊമാറ്റോയുടെ ഒരു റോട്ടേസ്റ്റും കൂടെ ഒന്ന് മാറി കിട്ടണേ. ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് നമുക്ക് തേങ്ങ ഇതുപോലെ അരച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതും കൂടെ ഒന്ന് ഈ എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് വഴറ്റണേല്. നമ്മൾ ഈ അരപ്പ് ഇവിടെ വെച്ച് വഴറ്റിയെടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ടേ. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവേ. തേങ്ങ അരച്ച് അതിനാവുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് കുറുകി വരും ഇത് കുറച്ച് തണുക്കുമ്പോഴേ. ഇനി നമുക്ക് ഇതിലേക്ക് ഈ മാങ്ങ ചേർത്ത് കൊടുക്കാവേ. നമ്മൾ ഇതിനകത്ത് ഉപ്പൊക്കെ നേരത്തെ ആഡ് ചെയ്തല്ലോ. ഇനിയിപ്പോൾ ഈ മാങ്ങയുടെ പുളിയും കൂടെ ഒന്ന് ഇറങ്ങണം. ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫിഷ് ഇട്ട് കൊടുത്താൽ മതിയേ. കറിവേപ്പില ആവശ്യത്തിന് ചേർക്കാവേ. ഒരു ഇതുപോലെ ഇരിക്കണം ഈ ചാറ്. കാരണം എന്നാലേ നമുക്ക് ആ മീനൊക്കെ വെന്ത് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ടാകത്തുള്ളേ. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് ഫിഷ് ഇങ്ങനെ ഇട്ട് കൊടുക്കാവേ. ഒരു 12 മിനിറ്റ് കൊണ്ട് ഫിഷ് കറി റെഡി ആയിക്കോളും കേട്ടോ. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 12 മിനിറ്റ്, ഒരു 10 മിനിറ്റ് വരെ നല്ല ഫ്ലെയിമിലിട്ട് വേവിക്കണം. പിന്നെ ഒരു 2-3 മിനിറ്റ് സിമ്മിലിട്ടും കൂടെ വേവിച്ച് കഴിയുമ്പോൾ ഫിഷ് പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി, കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. ഞാനൊരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമും ഒരു 4 മിനിറ്റ് സിമ്മിലും വെച്ചതേ ഉള്ളൂ കേട്ടോ. നല്ല ആവശ്യത്തിനുള്ള ഗ്രേവിയും ആയിട്ട് നല്ല ഒരു ഫിഷ് കറിയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. അല്ല പുട്ടിന്റെ കൂടെ ഇഷ്ടമുള്ളവർ, ചിലർക്ക് പുട്ടിന്റെ കൂടെ മീൻകറിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുട്ടിന്റെ കൂടെ മീൻകറി. നല്ല ചോറ്, കപ്പ അതിൻ്റെയൊക്കെ കൂടെ നന്നായിട്ട് പോകും. ചപ്പാത്തിക്ക് മീൻകറി ഇഷ്ടമുള്ളവർക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. എല്ലാത്തിൻ്റെ കൂടെ നന്നായിട്ട് ചേർന്ന് പോകുന്ന ഒരു അടിപൊളി മീൻകറിയാണ്. നിങ്ങളിത് ക്രിസ്മസിന് ട്രൈ ചെയ്യുക. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്